ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ നമ്മൾ തീരെ അംഗീകരിക്കുന്നില്ല. സുന്നികൾ തീരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ്. അതേ അവസരത്തിൽ AP വിഭാഗം എന്നത് സുന്നികൾ അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമല്ല, അവർ മുജാഹിദ് പോലെ ജമാഅത്ത് പോലെ അല്ലെങ്കിൽ മറ്റു ഖാദിയാനി പോലെ മറ്റൊരു വിഭാഗമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP അതുപോലെയുള്ള CPM തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളെ മുസ്ലിം ലീഗ് തീരെ അംഗീകരിക്കാത്ത പാർട്ടിയല്ലേ? ആണ്. വേറെ ആശയപരമായി യാതൊരു യോജിപ്പില്ലാത്ത പാർട്ടിയാണ്. അതേസമയം ആ പാർട്ടികളെ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. INL ക്ഷണിക്കുവോ മുസ്ലിം ലീഗ്? ചോദ്യം, INL ക്ഷണിക്കുവോ? ആ രാഷ്ട്രീയ സംഘടന നടത്തുന്ന പരിപാടികളിൽ CPM-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ BJP-യുടെ പോലും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ട്. ചില സിമ്പോസിയങ്ങളും സെമിനാറുകളും ചർച്ചയ്ക്ക് ക്ഷണിക്കാറുണ്ട്. അതേസമയം അവർ അങ്ങേയറ്റം ഇസ്ലാമുമായും മുസ്ലിമുമായി അകന്നു നിൽക്കുന്ന പാർട്ടിക്കാരെ മതനിഷേധികളായ ആളുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളും നേതാക്കളും വരെയുണ്ട്. അത്തരം ആളുകൾ ക്ഷണിക്കാറുണ്ട്. അതേസമയം തികച്ചും ഇസ്ലാമിന്റെ ഒറിജിനൽ ആളുകളായ നമ്മുടെ ചില മഹല്ലുകളെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരായ ഒറിജിനൽ മുസ്ലിങ്ങളായ ആളുകളുടെ INL-ന്റെ ആളുകളെ എന്തുകൊണ്ട് ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ എതിർക്കാനല്ല. സ്വാഭാവികമായും മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിരോധകാരികളെ, വിഘടിത ശക്തികളെ എന്തർത്ഥത്തിനും എതിർത്ത് പരാജയപ്പെടുത്തി തോൽപ്പിക്കലും അവരോട് സഹകരിക്കാതിരിക്കലും സ്വാഭാവികമായും മുസ്ലിം ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി നേതാക്കൾക്ക് അങ്ങനെ ആഗ്രഹിക്കൽ സ്വാഭാവികമാണ്. അവർ ആഗ്രഹിക്കും. അതുകൊണ്ട് INL മാറ്റി നിർത്തുന്നു. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നതിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി പിടിച്ചു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആദർശപരമായി തകർക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത എന്ന മേമ്പൊടി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തെ തകർക്കാനുള്ള ചാരപ്രവർത്തനം നടത്തുന്ന കാന്തപുരം നിസ്സാര പ്രശ്നമായി കാണാൻ പാടില്ല. ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് എന്താ? ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് ആലിമീങ്ങളോടുള്ള മതിപ്പാ. ആലിമീങ്ങളെ ആരെന്തൊക്കെ മുജാഹിദ് എത്ര പ്രസംഗിച്ചിട്ടെന്താ, ജമാഅത്ത് എത്ര പ്രസംഗിച്ചിട്ടെന്താ? സുന്നിന്റെ ആലിമീങ്ങളെ കണ്ടാൽ, അവരുടെ ജീവിത രീതി കണ്ട, അവരെ തഖ്വ കണ്ടാൽ, അവരെ ഭക്തി കണ്ട, അവരെ ഇസ്ലാമിക് സ്പിരിറ്റ് കണ്ട, എത്ര പ്രസംഗിച്ചിട്ടും കാരണം ഇതന്നെയാണ് സ്വാധീനങ്ങളും ജനങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നു. കാന്തപുരം എന്താ ചെയ്തത്? കാന്തപുരത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. ഇത് ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചാലും വാള്യകൾ വേണ്ടി തരത്തിലാണ്. ഏറ്റവും അവസാനം ഇപ്പൊ കാന്തപുരം 5 കോടി രൂപ ഒരു മഹത്തായ സ്ഥാപനവും പള്ളിയും ബാങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട്, സ്വന്തം മകന് വേണ്ടി പണയം വെച്ചിട്ട് കോടികൾ ഇവിടെ പലിശയാക്കി കടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചെയ്തത്. ഒരു മനുഷ്യനാ ചെയ്തത്. ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിച്ചാൽ ഇത് വെച്ചിട്ട് മാത്രം, കാരണം സുന്നിന്റെ നേതാവ് ഇദ്ദേഹം എങ്ങനെ ചെയ്യണേ? സുന്നികൾ പോക്ക ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് അകത്ത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുശക്തിയാണ് കാന്തപുരത്തിന്റെ ഈ വിഘടിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് INL-നെ എതിർക്കാൻ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്യുന്നോ അതിലപ്പുറം ഇത് മതപരമായ കാര്യമായതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ കാന്തപുരത്തിന് എതിർക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യും. അതേസമയം മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പരിപാടികളിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മൊത്തം മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് അവരെ ചടങ്ങുകൾ പങ്കെടുക്കേണ്ട, പ്രത്യേകിച്ചും മന്ത്രിമാർക്ക് ഇത് ഇത്തരം ഒരാളായതുകൊണ്ട് ഇവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും, ഇന്ന് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രിമാർ പോലും കാരന്തൂർ മർക്കസ് എന്ന ഈ വലിയ കേന്ദ്രത്തിൽ ഇന്നുവരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തേ പങ്കെടുക്കാത്ത? പാർട്ടി സമീപനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ താല്പര്യം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിന്റെ ദുരൂഹത ആർക്കും, അതിന്റെ അവ്യക്തത ആർക്കുമുള്ള വിഷയമല്ല, ദുരൂഹതയുള്ള വിഷയമല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ ആ ബിൽഡിംഗ് അവർ പണയപ്പെടുത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പണയപ്പെടുത്തിയത്. ഇങ്ങനെ പണയപ്പെടുത്തി എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? അതേ സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് AP അബൂബക്കർ മൗലവി തന്നെയാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാള് കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോയത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? നോക്കിക്കോ, എന്താ പറയുന്നത്? മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല.
മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്ത് ഇക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാൾ എപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചതാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണ്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി ലോൺ രൂപയുണ്ടല്ലോ, ഈ ലോണ് നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട്, പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ?